ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുട്ടി കുട്ടി വിശേഷങ്ങളാട്ടോ. ഈ പോകുന്നത് എൻ്റെ അമ്മയാണ്. ഞങ്ങൾ നേരെ പോകുന്നത് വല്യപ്പച്ചൻ്റെ വീട്ടിലേക്കാട്ടോ. വല്യപ്പച്ചനെ ഞാൻ വിളിക്കുന്നത് പപ്പയുടെ ചേട്ടനെയാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്ന വീടുകളൊക്കെ ഞങ്ങളുടെ കസിൻസിൻ്റെ ആട്ടോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ അടുത്തടുത്താണ് താമസിക്കുന്നത്. എല്ലാ വീട്ടിലേക്കും വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് പപ്പയുടെ രണ്ടാമത്തെ ചേട്ടൻ്റെ വീട്ടിലേക്കാട്ടോ. അങ്ങനെ ആ വല്യപ്പച്ചൻ്റെ വീട്ടിൽ നമ്മൾ എത്തി ചെന്നപ്പോഴത്തേക്കും അവിടെ പ്രാർത്ഥന നടക്കുമായിരുന്നു. അതായത് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളും അതിൽ ജോയിൻ ചെയ്തു കേട്ടോ. പപ്പയും അനിയനൊക്കെ ഓൾറെഡി ഇങ്ങോട്ടേക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് അച്ഛന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചടങ്ങിന് അച്ഛന്മാർ വരും കേട്ടോ പള്ളിയിൽ നിന്നും. ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാല് കഴുകൽ ശുശ്രൂഷയാണ്. അതായത് ശരിക്കും പെസഹ വ്യാഴാഴ്ചയുടെ അന്നാണ് കാല് കഴുകൽ ശുശ്രൂഷ പള്ളിയിൽ ചെയ്യുന്നത്. അച്ഛൻ തിരഞ്ഞെടുക്കപ്പെട്ട 12 സ്ലീഹന്മാരുടെ കാലുകൾ കഴുകും. അതായത് ഈശോ 12 സ്ലീഹന്മാരുടെ കാല് കഴുകിയതിൻ്റെ പ്രതീകമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പേഴ്സണലി നേരുന്ന നേർച്ചയാണ്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ നേരുന്ന ഒരു നേർച്ചയാട്ടോ. ഏത് വ്യക്തിയാണോ നേർന്നത് ആ വ്യക്തി തന്നെയാണ് ഈ 12 പേരുടെ കാലുകൾ കഴുകുന്നത്. പണ്ടൊക്കെ ഓൾട്ടർ ബോയ്സ് ആണ് ഇങ്ങനെ 12 പേരായിട്ട് ഇരിക്കുക, അതായത് 12 സ്ലീഹന്മാരായിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ കസിൻസ് തന്നെയാണ്. അതായത് എൻ്റെ പപ്പയുണ്ട്, അനിയനുണ്ട്, പിന്നെ പപ്പയുടെ ചേട്ടന്മാർ, അവരുടെ മക്കൾ, അങ്ങനെയൊക്കെ ആട്ടോ. ഇതെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുളിച്ച് ശുദ്ധിയായിട്ടാണ് വരുന്നത്. നമ്മുടെ ഒരു കാല് മാത്രമേ കഴുകുള്ളൂ. ജസ്റ്റ് സോപ്പിട്ട് കഴുകും, പിന്നെ വെള്ളം ഒഴിക്കും, എന്നിട്ട് അത് തുണി കൊണ്ട് തുടച്ച് കുരിശ് വരച്ച് മുത്തം വയ്ക്കും. അതാട്ടോ ചെയ്യുന്നത്. അച്ഛന്മാരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ 12 പേരുടെ കാല് കഴുകിയതിന് ശേഷം പിന്നെ ബാക്കി പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട്. അത് കഴിഞ്ഞ് ആശീർവാദം. പിന്നീട് ഇവർക്ക് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അത് വീട്ടുകാർ കൊടുക്കുന്നതാണ്. ഇതാണ് വല്യപ്പച്ചൻ, അതായത് പപ്പയുടെ ചേട്ടൻ. പിന്നെ അത് കഴിഞ്ഞ് അച്ഛന്മാരൊക്കെ നിന്ന് എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെന്താ വെള്ളം ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പരിശുദ്ധമായ ഒരു ചടങ്ങാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വെള്ളം ഇട്ടേക്കണേ കേട്ടോ. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോൾ ഇവരെല്ലാവരും കൂടി അച്ഛന്മാർക്ക് ഫുഡ് കൊടുക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ടേബിളിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ എൻ്റെ വല്യമ്മച്ചിമാരും ഒക്കെ ആട്ടോ. ആൻറ്റിമാരും വല്യമ്മച്ചിമാരൊക്കെയാണ്. റിലേഷൻ പറയാനായിട്ട് ഇങ്ങനെ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇതെൻ്റെ ചിറ്റപ്പനാണ്, അതായത് പപ്പയുടെ അനിയനാട്ടോ. പിന്നെ പുറത്തേക്ക് ചെന്നപ്പോഴത്തേക്കും കസിൻസ് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുകയായിരുന്നു. ഇത് എല്ലാവരും ആയിട്ടൊന്നുമില്ല, കുറേ പേര് ഇതിനകത്ത് മിസ്സിങ് ആണ്. ഈ കൂട്ടത്തിൽ ഞാനുണ്ട്. ഞാൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന്മാർ പോയി. പിന്നെ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്തില്ല, നേരെ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോയിട്ടോ. കാരണം ഏതൊരു പരിപാടിക്കും നമുക്ക് മുഖ്യം ഫുഡാണല്ലോ. ഫുഡെന്ന് പറയാനായിട്ട് പിടിയും കോഴിക്കറിയാണ് ഈ നേർച്ചയുടെ മെയിൻ ഫുഡെന്ന് പറയണത്. ബട്ട് ഇവിടെ നമുക്ക് പിടിയും വറുത്തരച്ച ബീഫ് കറി ആയിരുന്നു കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ബിരിയാണിയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ കോമ്പിനേഷൻ ഒന്ന് മാറ്റിയത്. ഈ വെള്ളം ഇട്ട് നിൽക്കുന്നത് എൻ്റെ അനിയനാട്ടോ. അങ്ങനെ നമ്മൾ ആസ്വദിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. എല്ലാം തന്നെ പുറത്തുനിന്നായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. ഞങ്ങൾ ആദ്യം പിള്ളേർ സെറ്റിൻ്റെ കൂടെ ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് വല്യമ്മച്ചിമാരുടെ കൂടെ ഇരുന്ന് കഴിച്ചു. അതിൻ്റെ അടുത്ത് ഞങ്ങൾ ആസ്വദിച്ച് തച്ചിനിരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയൊക്കെ പിള്ളേരാട്ടോ. ഇവിടെ ഒരാൾ കാര്യമായിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു. അത് ഞങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചു തരുമായിരുന്നു ഇതെല്ലാം. ഇത് ഞാൻ വീഡിയോ എടുക്കാനുണ്ട്, അവൻ കിടന്ന് ഡാൻസ് കളിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വല്യപ്പച്ചൻ നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുക്കുയോഗം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് കുറ്റിക്കാട്ട് കുടുംബയോഗം എന്നാണ് പറയണത്. ഞങ്ങൾ വീട്ടുപേര് കുറ്റിക്കാട്ട് എന്നാട്ടോ. അപ്പോൾ ഇനി അത് അടുത്ത ആരുടെ വീട്ടിൽ വെച്ച് നടത്തണം എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ എഴുതിയിടണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ എന്താ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഴുതിക്കൊണ്ടിരിക്കുന്നവരുടെ വീട് തന്നെയാണ് സെലക്ട് ആയത്. അതാണ് ഇതിൻ്റെ മെയിൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വല്ലാത്തൊരു ട്വിസ്റ്റായിരുന്നു ശരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ചേച്ചിമാർ ഇവിടെ സംഘടിച്ച് ഭയങ്കര കാര്യമായ ചർച്ചയിലായിരുന്നു. മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പ് പോകണം എന്നുള്ളതായിരുന്നു. ഇത് എല്ലാ പരിപാടിക്കും ഉള്ളതാട്ടോ. ഒരു 2-3 മണിക്കൂർ ഈ ഒരു ആലോചന. ബട്ട് അവസാനം അത് എങ്ങും എത്തത്തില്ല, എന്നാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ പ്രാവശ്യം ഇങ്ങനെ പറയും നമുക്ക് ട്രിപ്പ് പോകാമെന്ന്, ബട്ട് നടക്കാറില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഇടയ്ക്ക് അകത്ത് അമ്മമാരുടെ ഫോട്ടോ സെക്ഷനായിരുന്നു. ഇതൊക്കെ എല്ലാ പരിപാടിക്കും ഉള്ളതാണ്. അങ്ങനെ ബാക്കിയൊന്ന് ഫുഡ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിരുന്നത് നമുക്കുള്ള പങ്കുമായിട്ടാണ് അമ്മ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്